നമ്മുടെ രമേശ് പിഷാരടി സാറ് കമ്മ്യൂണിസത്തെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല രസമുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കാട്ടോ. കമ്മ്യൂണിസത്തിനെതിരാണോ? കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ലെന്നുള്ള ബോധ്യമുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഞാനെന്തിനാ എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോറുണ്ടെന്നൊരാളെ ഞാൻ എതിർക്കേണ്ട കാര്യമുണ്ടോ? അവരുണ്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചപ്പാത്തി തന്നോളൂ. അപ്പൊ ഇത് പ്രാക്ടിക്കൽ അല്ല, ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഡെമോക്രസിയുടെ ഫിൽട്ടറിലൂടെ വരുന്നൊരു കമ്മ്യൂണിസമാണ്. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുഴുകി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണ്ട. ഓക്കെ, ശരിയാണ്. ഞാൻ എന്നോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നത്. രമേശ് പിഷാരടി സാർ പറഞ്ഞതിനോട് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ യോജിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇപ്പൊ പറഞ്ഞെങ്ങനെയാണല്ലോ, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ഫിൽട്ടറിനകത്തൂടെ കയറി ഇറങ്ങി വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജന്മിത്ത വ്യവസ്ഥ ഉണ്ടല്ലോ, ഒരു കുടുംബമൊക്കെ ഒരു ഏരിയ മൊത്തം ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ ഒരു പ്രദേശം മുഴുവൻ അവരുടെ കീഴിലാവുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംവിധാനമാണ് കോൺഗ്രസിനകത്തുള്ളത്. കോൺഗ്രസ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അതായത് ഈ ജന്മിത്ത സംവിധാനം ഇങ്ങനെ ജനാധിപത്യത്തിനകത്തൂടെ ഫിൽട്ടർ ചെയ്ത് പുറത്തോട്ട് വരും. എന്നിട്ട് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുക കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസ്. കറക്റ്റാണ്, പിഷാരടി സാർ പറഞ്ഞത് 100% ശരിയാണ്. അതുപോലെ തന്നെ ഈ ഫാഷിസം ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ജനാധിപത്യത്തിനകത്തൂടെ പുറത്തിറക്കുന്ന മറ്റൊരു പാർട്ടിയാണ് BJP അല്ലേ? പിഷാരടി സാർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിന്നെ പിഷാരടി സാർ ആദ്യം പറഞ്ഞ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നു. പിഷാരടി സാർ ചപ്പാത്തി വന്നോട്ടാ, ചപ്പാത്തി തന്നെ തന്നാൽ മതി, ഞങ്ങൾ ചോറ് തന്നോളാം, ഞങ്ങൾക്ക് ഹിന്ദി ഒന്നും അറിയാൻ പാടില്ല, അപ്പം ഞങ്ങൾ ചോറോ കറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ ജീവിക്കണം. സാർ ചപ്പാത്തി തന്നോ, ശരിയെന്നോ?